സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷമായ ക്രിസ്മസ് ഇന്നലെ ലോകമെങ്ങും ആഘോഷിച്ചു. വളരെ സമാധാനപരമായാണ് ലോകം ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചത്. എന്നാൽ ഇന്ത്യയിൽ അവസ്ഥ എല്ലായിടത്തിനേലും വിപരീതമായിരുന്നു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. യു.പിയിൽ നമ്മൾ കണ്ടതാണ്, ക്രിസ്മസിന് യു.പിയിലെ സ്കൂളുകൾക്ക് അവധിയില്ല. എല്ലാവരും നിർബന്ധമായും സ്കൂളിൽ വരണമെന്നും ക്രിസ്മസിന് പകരം വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കണമെന്നുമാണ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. കൂടാതെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ദേവാലയത്തിൽ ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികളെത്തുകയും വൈദികനെ ഭീഷണിപ്പെടുത്തുകയും ഇന്ത്യ രാമരാജ്യമാണെന്നും പറഞ്ഞ് പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചില സംഭവങ്ങൾ മാത്രം. ഇതിലും ഭയാനകമായ മറ്റു പല കാര്യങ്ങളാണ് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അരങ്ങേറിയത്. ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ അസമിലെ നൽബിരി ജില്ലയിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി അലങ്കരിച്ച വസ്തുക്കൾ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ നശിപ്പിച്ചു. കൂടാതെ കടകളിൽ വിൽക്കാൻ വെച്ചിരുന്ന അലങ്കാര വസ്തുക്കളും ഇക്കൂട്ടർ തന്നെ നശിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നശിപ്പിച്ചതിന് പിന്നാലെ ജയ് ശ്രീറാം വിളിച്ച പ്രവർത്തകർ സ്കൂൾ പരിസരത്ത് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് സ്കൂൾ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം പലയിടങ്ങളിലും ഒരു സംഘം തീവ്ര ഹിന്ദുത്വവാദികൾ പള്ളികളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തി. എന്തിനേറെ പറയുന്നു, ഇന്നലെ പലയിടത്തും ബൈബിൾ കൂട്ടിയിട്ട് കത്തിക്കുക വരെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങോട്ട് എന്ത് ധൈര്യത്തിൽ മുന്നോട്ട് ഇന്ത്യയിൽ ജീവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആരൊക്കെ ഇനി തങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന ഭയത്തിലാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലാത്തവരായ ഇന്ത്യയിലെ പൗരന്മാർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ക്രിസ്ത്യാനികളെ ആക്രമിച്ച് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ നോക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ഒരു ഉളുപ്പോ നാണമോ ഇല്ലാതെ ക്രിസ്ത്യാനികളെ ചാക്കിലാക്കാൻ കച്ചകെട്ടിയിറങ്ങും. ഇപ്പോഴിതാ ഇത്രയും പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുമ്പോഴും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഡൽഹിയിലെ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ നരേന്ദ്രമോദി. ഇത് സത്യത്തിൽ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഏതായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്മസ് ദിനത്തിൽ നടന്ന ഈ ആക്രമണങ്ങളൊക്കെ അരങ്ങേറിയത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒത്താശയോടെ തന്നെയാണ്. നരേന്ദ്രമോദി എന്ന് രാജ്യത്ത് അധികാരത്തിൽ കയറിയോ അന്നു മുതൽ രാജ്യത്തെ അഹിന്ദുക്കളായ ജനങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കേരളത്തിലും അതിന്റെ ചില കാറ്റ് വീശുന്നതായും നമുക്ക് കാണാം. പാലക്കാട് കരോൾ നടത്തിയ ഒരു സംഘത്തെ, അതും കുട്ടികളുടെ സംഘത്തെ, RSS നേതാവ് ആക്രമിച്ചു. സ്കൂളിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾ ഹിന്ദുത്വവാദികൾ അലങ്കോലപ്പെടുത്തി. ഇങ്ങനെ ചില സംഭവങ്ങളും കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ വർഗീയവാദികളെ വളരാൻ മലയാളികൾ സമ്മതിക്കില്ല. ഏതായാലും ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP RSS പോലെയുള്ള വിഷം തുപ്പുന്നവരെ ഇനിയും അധികാരത്തിൽ കയറാൻ നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് വളരെ ചിന്തിച്ചു വേണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നേരിടാൻ. ഇനിയും ഇവരെ പോലെയുള്ളവർ അധികാരത്തിൽ കയറിയാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകുമെന്നുറപ്പ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പിന്നീട് അങ്ങോട്ട് ഹിന്ദു രാജ്യമായി മാറും.